ഹായ് ഹലോ, ഇന്നത്തെ വീഡിയോ ഒരു ഊതിനെ കുറിച്ചിട്ട് പറയാനാണ് കേട്ടോ. നമ്മൾ നാട്ടിലിരിക്കുന്ന സമയത്ത് വൈകുന്നേരങ്ങളിൽ എല്ലാ വീട്ടുകാരും മുറ്റവും അകമൊക്കെ തുടച്ച് വൃത്തിയാക്കി, അതുപോലെ വെള്ളച്ചിരിയൊക്കെ തെളിച്ച് വിളക്ക് വെക്കുന്ന സമയത്തൊക്കെ നമ്മൾ എന്തെങ്കിലും അഗർബത്തിയോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള എന്തെങ്കിലും ആയിട്ട് നമ്മൾ ഇച്ചിരി പുകച്ചിടാറുണ്ടല്ലോ, സാമ്പ്രാണിയോ എന്തെങ്കിലും ആയിട്ട് പുകച്ചിടാറുണ്ടല്ലോ. കാരണം ആ ഒരു സമയത്ത് നമുക്കൊരു പോസിറ്റിവിറ്റി കുറച്ച് കൂടുതൽ വരുന്നൊരു ടൈമാണ് വിളക്ക് വെക്കണ ഒരു ടൈമിലൊക്കെ. അത്രയും പരിശുദ്ധി വേണമെന്നല്ലേ. അതുപോലെ ഈ കുഞ്ഞു മക്കളുണ്ടാവില്ലേ, അതായത് പ്രസവിച്ച പാടുള്ള കുഞ്ഞു മക്കളുണ്ടാവില്ലേ, ആ കുട്ടികളുള്ള വീട്ടിലും ഇതുപോലെ പുകയ്ക്കാറുണ്ട്. വൈകുന്നേരങ്ങളിലായാലും കുഞ്ഞുമക്കളെ കുളിപ്പിച്ചിട്ട് നമ്മളെടുത്ത് അവരെ എല്ലാം വൃത്തിയാക്കി പാലും കൊടുത്ത് കിടത്തുന്ന സമയത്ത് ഇച്ചിരി അങ്ങ് പുകച്ച് നമ്മൾ ഇടാറുണ്ട്. കാരണം എന്തെങ്കിലും പറ്റാത്തുണ്ടെങ്കിൽ പോട്ടയും വിചാരിച്ചിട്ട്. കുഞ്ഞുമക്കളുള്ളിടത്ത് എപ്പോഴും, കുഞ്ഞുമക്കൾ എന്നല്ല എല്ലാവരും ഉള്ളിടത്തും വൃത്തി വേണം. എന്നിരുന്നാലും കുട്ടികളുള്ളിടത്ത് ഒരു 100% നമ്മൾ ശ്രദ്ധ എപ്പോഴും അങ്ങോട്ട് വേണ്ടേ. അപ്പം ഇച്ചിരി ആ ഒരു ചുറ്റുവട്ടമൊക്കെ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. അതുപോലെ അത്രയും നല്ലൊരു മണവും കാര്യങ്ങളൊക്കെ വേണം കുഞ്ഞുങ്ങളുള്ളിടത്ത്. അപ്പോൾ നാട്ടിലിരിക്കുന്ന സമയത്ത് ദശാംഗവും അഷ്ടാംഗവും ഒക്കെ പുകയ്ക്കാറുണ്ട് സമയത്ത്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഞാൻ ഒരുപാട് ദശാംഗത്തിന് അന്വേഷിച്ച് പോയായിരുന്നു, എനിക്ക് കിട്ടിയിരുന്നില്ല. അപ്പോൾ ഈ ഒരു 5-6 മാസം മുന്നേ ഞാനൊരു ഇപ്പോൾ ഷിഫ ക്ലിനിക്ക് ഉണ്ട് മനാമയിൽ, അതിൻ്റെ അടുത്തായിട്ടൊരു ആയുർവേദിക് കടയുണ്ട്. ഒരു ലേഡി ഡോക്ടറാണ് അവിടെ ഉള്ളത്. നല്ലൊരു ഫ്രണ്ട്ലിയാണ് കേട്ടോ, അവൾ എല്ലാം പറഞ്ഞു തരും. അതുപോലെ ഞാൻ പോയപ്പോൾ പുള്ളിക്കാരിയോട് ഞാൻ ചോദിച്ചായിരുന്നു, എനിക്കൊരു ദശാംഗം സംഘടിപ്പിക്കാൻ പറ്റുമോ, ദശാംഗം ഉണ്ടോയെന്ന് ചോദിച്ചപ്പോൾ ഇല്ലെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ദശാംഗം ഇല്ല, അഷ്ടാംഗം വേണമെങ്കിൽ തരാമെന്ന് പറഞ്ഞു. അങ്ങനെ അഷ്ടാംഗം ഞാൻ അന്ന് വാങ്ങിക്കൊണ്ടുവന്നു. അപ്പോൾ ഞാൻ വാങ്ങുന്ന സമയത്ത് ഞാൻ പറഞ്ഞായിരുന്നു, എനിക്ക് ദശാംഗം കൂടെ ഒപ്പിച്ച് തരാമോ എന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു നമുക്ക് സംഘടിപ്പിക്കാം, ഇത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുമ്പോഴത്തേന് ഞാൻ ദശാംഗം ഒപ്പിച്ച് വെക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ രണ്ടാമത്തെ തവണ പോയപ്പം എനിക്ക് ദശാംഗം തന്നിരുന്നു കേട്ടോ. എനിക്ക് നിർബന്ധമാണ് സന്ധ്യ ടൈമിൽ നമ്മൾ റൂമിലുള്ള ടൈമാണെങ്കിൽ നിർബന്ധമായിട്ടും വിളക്ക് വെക്കണം. പിന്നെ അതുപോലെ ചന്ദനത്തിരിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വാസനദ്രവ്യം പുകയ്ക്കണം എന്നുള്ള നിർബന്ധമാണ്. അപ്പോൾ അങ്ങനെ ഞാനൊരു ഷോപ്പിങ്ങിന് പോയപ്പം ഇത് മാത്രം ഈ ഊതും അതുപോലെ പുകയ്ക്കുന്ന കാര്യങ്ങളെല്ലാം വെക്കുന്ന പ്രത്യേക ഒരു ഏരിയ ഉണ്ട് മനാമയിൽ. ആ ഒരു വഴി ഞാൻ എന്തിനോ ഒരു അത്യാവശ്യത്തിന് വേറെന്തോ ഒരു കാര്യത്തിന് പോയത്. അപ്പം ഇതവിടെ കിടന്ന് പുകച്ചിടുന്ന കണ്ടു അവർ അറബികൾ. അപ്പോൾ ഞാൻ ചോദിച്ചു ഇതിന് എത്രയാണെന്ന് ചോദിച്ചു. അപ്പോൾ 2.5 3.5 മേലെയാണ് എല്ലാം ഉള്ളത്. പക്ഷെ നല്ല ക്വാളിറ്റി സാധനം എനിക്ക് തോന്നി. അപ്പോൾ അവരോട് ഞാൻ ചോദിച്ചു, ഇവിടുന്ന് വാങ്ങിയിട്ട് നമ്മൾ വീട്ടിലേക്ക് എത്തിയിട്ട് പുകച്ച് തുടങ്ങുമ്പം വേറെ ഒരു ഇതായിരിക്കുമോ വരുന്നത്. എനിക്ക് പല പ്രാവശ്യം അതുപോലെ പറ്റിയിട്ടുണ്ട്. നമ്മൾ നല്ല സ്പ്രേ വാങ്ങാൻ പോയിട്ട് നല്ല വിലേൻ്റെ സ്പ്രേ 20 BD 25 BDയുടെ ഒക്കെ സ്പ്രേ വാങ്ങിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് നല്ല മണമുള്ളതായിരിക്കും അവർ തരുന്നത്. നമ്മൾക്ക് പാക്കറ്റ് പൊട്ടിക്കാത്തതായിരിക്കും നമ്മൾ വാങ്ങിച്ചു കൊണ്ടിരുന്നത്. പക്ഷെ നമ്മളത് വീട്ടിലെത്തിയിട്ട് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ആ ഒരു സ്മെല്ലേ ആയിരിക്കില്ല. അതുമല്ല ഇച്ചിരി എന്താ പറയുക, ടൈമും കിട്ടൂല, ലോങ് ടൈം കിട്ടൂല. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്, ഇതിപ്പോൾ ഇവിടുന്ന് വാങ്ങിക്കൊണ്ടുപോയി പുകച്ച് കഴിയുമ്പം അത് സ്മെല്ല് നിൽക്കാണ്ടിരിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു വേണ്ട, അങ്ങനെ ഒരു സംശയം വേണ്ട, അങ്ങനെ നിൽക്കാണ്ടിരുന്ന് കഴിഞ്ഞാൽ ഇത് തിരിച്ചു കൊണ്ടുവന്നാൽ ഞങ്ങൾ എടുത്തോളാം എന്ന് പറഞ്ഞു. ആ ഒരു ധൈര്യത്തിൽ ഞാൻ വാങ്ങി. 2.5 കൊടുത്താലും നഷ്ടമല്ല എന്നെനിക്ക് പരിപൂർണ വിശ്വാസമായിട്ട് വാങ്ങിച്ചതാണ് ഞാൻ. അപ്പോൾ വന്ന് ഞാൻ മുറിയൊക്കെ വൃത്തിയാക്കി തുടച്ച് വൈകുന്നേരം വിളക്കും വെച്ച് ഞാനൊന്ന് പുകച്ച് നോക്കി. അസാധ്യ സ്മെല്ലാട്ടോ, പറയാതിരിക്കാൻ വയ്യ. 2 കഷ്ണവേ അതിൻ്റെ അകത്ത് ഇടണ്ടു. കുറേ ടൈമിലേക്ക് നമുക്ക് എത്തുകയും ചെയ്യും. 2 കഷ്ണം മാത്രമേ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളൂ, അത്ര മാത്രമേ വേണ്ടൂ. ഒരു 6-7 മണിക്കൂറോളം നല്ല സ്മെല്ല് റൂമിലങ്ങ് തങ്ങി നിൽക്കുവാണ്. അപ്പോൾ 2.5 ഒരിക്കലും നഷ്ടമല്ല എന്നെനിക്ക് മനസ്സിലായി. അപ്പോൾ ഇത് ഇപ്പോൾ ഊത് മൂത്താറ എന്നാണ് ഇതിൻ്റെ പേര്. ഞാനതിൻ്റെ പേരും ഇതും ഞാൻ എൻ്റെ ഫോട്ടോയിൽ കൊടുത്തിട്ടുണ്ട്. ആരെങ്കിലും ആവശ്യമുള്ളവരുണ്ടെങ്കിൽ പോയി വാങ്ങിക്കോളൂ. ഒരു 6-7 മണിക്കൂറേക്ക് നമുക്ക് ലോങ് ടൈമായിട്ട് നല്ല സ്മെല്ല് റൂമിൽ തങ്ങി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാനത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് എനിക്ക് ഓക്കേ എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ലോങ് ടൈമായിട്ട് നല്ലൊരു സ്മെല്ല് റൂമിൽ തങ്ങി നിൽക്കും.
നമ്മൾ നോൺ വെജൊക്കെ വെച്ചിട്ടുണ്ടെങ്കിലുള്ള ആ ഒരു സ്മെല്ലൊക്കെ നമുക്ക് പോയി റൂമിൽ നല്ലൊരു ഫ്രഷായിട്ട് നിൽക്കുന്ന ഒരു സ്മെല്ല് എപ്പോഴും റൂമിൽ തങ്ങി നിൽക്കും. അതല്ലേ നമുക്കൊരാവശ്യം, നമുക്കൊരു പോസിറ്റിവിറ്റി തന്നെ വരും. അത് ഇങ്ങനെ ഉണ്ടായാൽ നമുക്കൊരു പോസിറ്റിവിറ്റി തന്നെ വരും. അപ്പോൾ എനിക്കത് ഉപയോഗിച്ചിട്ട് നല്ല ഇഷ്ടമായി. അങ്ങനെ ഞാൻ ഈ വീഡിയോ ചെയ്തത്. ആവശ്യമുള്ളവരുണ്ടെങ്കിൽ മനാമ സൈഡ് പോയി കഴിഞ്ഞാൽ എവിടെ നിന്ന് ഇത് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ വാങ്ങിച്ചു ഉപയോഗിച്ചോളൂ. എന്നിട്ട് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ അതെൻ്റെ കമൻറ്റ് ബോക്സിലൂടെ വന്നൊന്ന് പറയണേ. നമ്മളിപ്പോൾ ഒരു കാര്യം പറഞ്ഞിട്ട് അത് അവർ ഓക്കെ ആയി, അവർ ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടാൽ അത് ഉപയോഗിച്ചിട്ട് അവർക്കും ഓക്കെ ചെയ്യാൻ നമുക്കൊരു സന്തോഷമല്ലേ. അതുകൊണ്ടാട്ടെ ഈ വീഡിയോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ ബൈ.